സുവിശേഷം വന്നു കേൾക്കേണ്ട വാർത്തയല്ല, ചെന്ന് പറയുന്ന വാർത്ത. യേശുദാസൻ ക്രൂശിക്കപ്പെട്ടത് ഒരു പള്ളിയുടെ ആൾക്കാരിലായിരുന്നു. രണ്ടും മെഴുകുതിരിക്കാരുടെ നടുവിലായിരുന്നു യേശു ക്രൂശിക്കപ്പെട്ടത്. യേശു ക്രൂശിക്കപ്പെട്ടത് പരസ്യ സ്ഥലത്താണ്. രണ്ട് കള്ളന്മാർ തുടങ്ങി. യേശു കർത്താവിനെ നാം ഉയർത്തുന്നത് സഭാഭവനുള്ളിൽ മാത്രമല്ല, നഷ്ടപ്പെട്ടവരുടെ നടുവിൽ. നിങ്ങൾക്ക് എന്റെ സാക്ഷി. ഈ വേദപുസ്തകം പഠിച്ചാൽ 3 വിധ സാക്ഷ്യങ്ങളെ കുറിച്ചുള്ളതാണ്. ദൈവം സാക്ഷി. ഒന്ന് അനുഭവ സാക്ഷി. 66 സങ്കീർത്തനം 12 വാക്യം. സകലഭക്തന്മാരുമായി കൂടി വന്നുകെത്തി അവരെന്നെ ചെയ്തത്. ദൈവം നിങ്ങളുടെ വേണ്ടിയും പ്രാണന് വേണ്ടി ചെയ്തത് വിവരിക്കുന്നതാണ് അനുഭവ സാക്ഷി. രണ്ടാമതൊരു സാക്ഷി, 2 പുസ്തകം 4 വാക്യം. നമ്മുടെ വഴിയായി കൂടെ പോകുന്ന ഈ മനുഷ്യൻ ശുദ്ധനായ ഒരു ദൈവപുരുഷനാണ്. ഇതാണ് ജീവിത സാക്ഷ്യം. നമ്മെ കുറിച്ച് മറ്റുള്ളവർ പറയുന്ന സാക്ഷ്യം. മൂന്നാമതൊരു സാക്ഷ്യമുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 26 വാക്യം. അഗ്രിപ്പാ രാജാവ് പൗലോസിനോട് പറയുന്നു, ക്രിസ്ത്യാനിയാകുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കും. പൗലോസിന് മറുപടി, അല്പം കൊണ്ടാകട്ടെ, ആദ്യം കൊണ്ടാകട്ടെ, ഈ ചങ്ങല ഒഴികെ നീ മാത്രമല്ല, ഈ വചനം കേൾക്കുന്ന എല്ലാവരും എന്നെ പോലെയാകുവാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതാണ് സുവിശേഷ സാക്ഷ്യം. ഒരു ദൈവം അനുഭവ സാക്ഷ്യമുള്ളവരായിരിക്കണം, ജീവിത സാക്ഷ്യമുള്ളവരായിരിക്കണം, സുവിശേഷ സാക്ഷ്യവും. നമ്മുടെ ഈ 3 സാക്ഷ്യം കൂടെ സത്യത്രവാദിക്ക് ശേഷമുള്ള സാക്ഷി ലോകത്തിൽ ഒതുങ്ങി. നമ്മുടെ സാക്ഷ്യത്തെ ഞാൻ 3ആയി തിരിക്കുന്നു. ഒന്ന് പതിവ് സാക്ഷ്യം, 2 കള്ള സാക്ഷ്യം, 3 പുതു സാക്ഷ്യം. സ്വതന്ത്രം